PYQ പഠിച്ചാൽ മാത്രം PSC പരീക്ഷ പാസ്സാകുമോ? ഈ ചോദ്യം ഒരിക്കലെങ്കിലും നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകും. സത്യം പറഞ്ഞാൽ PYQ മാത്രം പഠിച്ചാൽ പരീക്ഷ പാസ്സാവുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ PYQ ഇല്ലാതെ പഠിച്ചാലും നല്ല മാർക്ക് നേടുക എന്നത് ബുദ്ധിമുട്ടാണ്. കാരണമുണ്ട്. PSC പലപ്പോഴും പല ചോദ്യങ്ങളുടെ പാറ്റേണും ചോദിക്കുന്ന രീതിയും ആവർത്തിക്കാറുണ്ട്. അതുകൊണ്ടാണ് PYQ പ്രധാനമാകുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, PYQ എന്നത് സിലബസ് അല്ല, അത് സിലബസിലേക്കുള്ള വഴികാട്ടി മാത്രമാണ്. എക്സാമ്പിൾ, ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് പല വർഷവും അടിസ്ഥാന ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കണമെന്ന് PYQ നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ കേരള ചരിത്രം, ഭൂമിശാസ്ത്രം, സയൻസ്, കറണ്ട് അഫയേഴ്സ് തുടങ്ങിയ വിഷയങ്ങളിലും ആവർത്തിച്ചു വരുന്ന ടോപ്പിക്കുകൾ കണ്ടെത്താൻ PYQ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് പഠിക്കേണ്ട ശരിയായ ക്രമം എന്താണെന്ന് നോക്കാം. ആദ്യം സിലബസ് മനസ്സിലാക്കണം. പിന്നീട് അടിസ്ഥാന പുസ്തകങ്ങൾ അല്ലെങ്കിൽ SCERT വായിക്കണം. അതിനുശേഷം PYQ ചെയ്തു നോക്കുക. PYQയിൽ തെറ്റുന്ന ഭാഗങ്ങൾ വീണ്ടും പഠിക്കുക. അവസാനം മോക്ക് ടെസ്റ്റ്, OMR പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ പഠിച്ചാൽ വെറുതെ ഓർമ്മിച്ച് പോകുന്നതിന് പകരം വിഷയം നന്നായി മനസ്സിലാക്കി പരീക്ഷ എഴുതാൻ കഴിയും. ഒരിക്കലും PYQ ഒഴിവാക്കരുത്, പക്ഷേ PYQയിൽ മാത്രം ഒതുങ്ങുകയും ചെയ്യരുത്. സ്മാർട്ട് പ്രിപ്പറേഷനാണ് നിങ്ങളെ നല്ല റാങ്കിലേക്ക് എത്തിക്കുന്നത്. ഞാൻ എഴുതുന്ന എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നല്ല രീതിയിൽ തന്നെ സൂക്ഷിച്ച് വെക്കും. എക്സാം കഴിഞ്ഞ് ആൻസർ കീ വെച്ച് ഞാൻ ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് ആൻസർ മാർക്ക് ചെയ്ത് വെക്കും. പിന്നെ യൂട്യൂബിലെ ക്ലാസ്സുകളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് ഞാനൊരു നോട്ട്ബുക്കിൻ്റെ അകത്തേക്ക് PYQ എഴുതി വെക്കും. നോട്ട്ബുക്ക് PYQക്ക് മാത്രമായിട്ട് ഒരു നോട്ട്ബുക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ PYQ എഴുതി വെക്കുമ്പോൾ ഓരോ ടോപ്പിക്ക് വൈസായിട്ടും ഇങ്ങനെ നമുക്ക് PYQ എഴുതി വെക്കാം. അത് ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്ക് ഈ നോട്ട്ബുക്ക് എടുത്തിട്ട് ഈ PYQസൊക്കെ ഒന്നുകൂടി റിവിഷൻ ചെയ്ത് നോക്കാം. പറ്റുകയാണെങ്കിൽ നിങ്ങളും ഒരു PYQന് മാത്രമായിട്ട് ഒരു നോട്ട്ബുക്ക് എടുക്കണം. നമ്മൾ എഴുതുന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസറൊന്നും ഈ PYQൻ്റെ നോട്ടിൻ്റെ അകത്തേക്ക് എഴുതി വെക്കണ്ട. കാരണം നമ്മുടെ കയ്യിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് അതെടുത്തിട്ട് റിവിഷൻ ചെയ്ത് നോക്കാം. ഞാൻ എങ്ങനെയാണ് PYQ എഴുതുന്നത് നോക്കാം. ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നതാണെങ്കിൽ അത് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ എഴുതി വെക്കും. ഓപ്ഷൻസ് എല്ലാം എഴുതി വെക്കില്ല, ആൻസർ മാത്രം എഴുതി വെക്കൂ. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ ഫുൾ എഴുതി വെക്കും, ഓപ്ഷൻസും എല്ലാം എഴുതി വെക്കും. അത് നമുക്ക് കൂടുതലും മനസ്സിലാവാൻ സഹായിക്കും എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ നല്ല രീതിയിൽ തന്നെ എഴുതി മനസ്സിലാക്കി വെക്കണം. PYQ കൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം സമയം ലാഭിക്കാം. PYQ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ സമയം ലാഭിക്കാം. കാരണം പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. പക്ഷെ ഒരു വലിയ തെറ്റ് പലരും ചെയ്യുന്നുണ്ട്. PYQയിലെ ചോദ്യവും ഉത്തരവും മാത്രം കാണാപ്പാഠം പഠിക്കുന്നു. PSCയിലെ അതേ ചോദ്യം വന്നാൽ മാത്രം ശരിയാക്കും. പക്ഷേ PSC പലപ്പോഴും അതേ ടോപ്പിക്കിൽ നിന്ന് പുതിയ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. എക്സാമ്പിൾ, കഴിഞ്ഞ വർഷം ഒരു ആർട്ടിക്കിൾ നമ്പർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം അതേ വിഷയത്തിൻ്റെ ആശയം ചോദിച്ചേക്കാം. അതിനാൽ PYQ ഉത്തരം മാത്രം പഠിക്കാതെ അതിൻ്റെ പിന്നിലുള്ള ടോപ്പിക്കുകളും പഠിക്കണം. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, അപ്പോൾ PYQ മാത്രം പഠിച്ചാൽ പാസ്സാകുമോ? ചിലപ്പോൾ കുറച്ച് മാർക്ക് നേടാൻ അത് സഹായിച്ചേക്കാം. എന്നാൽ നല്ല റാങ്ക് നേടാനും സ്ഥിരമായി മത്സരത്തിൽ മുന്നിൽ നിൽക്കാനും അത് മാത്രം മതിയാവില്ല. PYQ ഒരു ഷോർട്ട് കട്ട് അല്ല, അത് ശരിയായ ദിശ കാണിക്കുന്ന ഒരു റോഡ് മാപ്പ് പോലെയാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ PYQ പഠിക്കൂ, പക്ഷെ അതിൻ്റെ പിന്നിലെ കോൺസെപ്റ്റും പഠിക്കണം. അതാണ് PSC വിജയത്തിലേക്കുള്ള സ്മാർട്ട് സ്റ്റഡി. ഇനി ഞാനൊരു മോട്ടിവേഷൻ സ്റ്റോറി പറഞ്ഞുതരാം. ഇത് കേട്ട പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി ആയിരിക്കും. ഒരു ദിവസം ഒരു PSC ഉദ്യോഗാർത്ഥിനോട് ഒരാൾ ചോദിച്ചു, നീ ഇത്രയും നാളായിട്ട് പഠിക്കുകയാണല്ലോ, ഇതുവരെ ഒരു ജോലിയും കിട്ടിയില്ലല്ലോ, നിനക്ക് മടുത്തില്ലേ? അയാൾ ചിരിച്ചു കൊണ്ടൊരു ഉത്തരം കൊടുത്തു, മടുപ്പുണ്ട്, ക്ഷീണവുമുണ്ട്, പക്ഷെ ഞാൻ നിർത്തിയാൽ ഞാൻ ഇതുവരെ പഠിച്ചതെല്ലാം വെറുതെയാകും. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? PSC പഠനം എന്നത് ഒരു മാസത്തെ യാത്രയല്ല. ചിലർക്ക് അത് ഒരു വർഷമാകും, ചിലർക്ക് 2-3 വർഷമാകാം. പക്ഷെ ആ യാത്രയിൽ എല്ലാവരും ഒരുപോലെ ഒരു ഘട്ടം കടന്നു പോകും. രാവിലെ എഴുന്നേൽക്കാൻ മടിയുള്ള ദിവസങ്ങൾ വരാം. പുസ്തകങ്ങൾ തുറന്നിട്ട് ഒന്നും മനസ്സിലാകാത്ത ദിവസങ്ങളും വരും. മോക്ക് ടെസ്റ്റിൽ കുറഞ്ഞ മാർക്കുകൾ കിട്ടുന്ന ദിവസങ്ങൾ വരും. മറ്റുള്ളവർ ജോലി കിട്ടുന്ന വാർത്ത കേൾക്കുന്ന ദിവസങ്ങളും വരും. അപ്പോഴാണ് പലരും PSC പഠനം നിർത്തുന്നത്. പക്ഷേ കുറച്ച് ആളുകൾ മാത്രം ഒരു കാര്യം ചെയ്യും, അവർ അടുത്ത ദിവസം വീണ്ടും പുസ്തകം തുറക്കും. അവർക്ക് ഉറപ്പൊന്നുമില്ല എപ്പോഴാണ് റാങ്കിൽ വരിക എന്നൊന്നും, പക്ഷേ ഒരു വിശ്വാസമുണ്ട്. ഇന്ന് ഞാൻ പഠിക്കുന്ന ഈ ഓരോ പേജും ഒരു ദിവസം എൻ്റെ റാങ്കിൻ്റെ ലിസ്റ്റിലേക്കുള്ള ഭാഗമാവും. PSCയിൽ വിജയിച്ച പലരുടെയും കഥ കേട്ടാൽ ഒരു കാര്യം മനസ്സിലാക്കാം, അവരെല്ലാവരും വളരെ ബുദ്ധിമാന്മാരായിരുന്നില്ല എന്നത്. അതുകൊണ്ട് ഇന്ന് പഠിക്കാൻ തോന്നുന്നില്ലെങ്കിൽ പോലും വെറും 30 മിനിറ്റ് പഠിക്കണം. ഒരു ടോപ്പിക്ക് മാത്രം തീർക്കണം. ഒരു PYQ മാത്രം ചെയ്യണം. കാരണം ചെറിയ ചെറിയ ദിവസങ്ങളാണ് പിന്നീട് വലിയ വിജയമായി മാറുന്നത്.
ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന ഈ സമയം തന്നെയായിരിക്കും നിങ്ങളുടെ സർക്കാർ ജോലിയിലേക്കുള്ള യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. അതുകൊണ്ട് പുസ്തകം അടയ്ക്കരുത്. ഒരു ദിവസം നിങ്ങളുടെ പേര് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാകും. എനിക്ക് പഠിക്കുമ്പോൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് പഠിക്കാൻ നല്ല ഇഷ്ടമുണ്ട്. അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കും. ഏതൊക്കെ ടോപ്പിക്കുകൾ വേണമെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒത്തിരി വീഡിയോസിൻ്റെ കോണ്ടൻറ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഓരോ ദിവസങ്ങളിലായിട്ട് ഞാൻ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ കറണ്ട് അഫെയർസും കാര്യങ്ങളൊക്കെ ടോപ്പിക് വൈസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ ജേർണിയിൽ ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഞാൻ ഇത്രയും കാലം ഇട്ട വീഡിയോസും ഇനി ഇടാൻ പോകുന്ന വീഡിയോസും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനലിൽ കൂടി തന്നെ ഞാൻ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് കൂടുതലും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു.